ഈശ്വർ മാൽപേ കർണാടകയുടെ അക്വാമാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. പക്ഷേ ആ മനുഷ്യന് പോലും ഗംഗാവലിയുടെ ആഴങ്ങളിൽ ഉൾപ്പെടെ പലപ്പോഴും തിരച്ചിൽ നടത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. കൊങ്കണിലെ പല പ്രദേശങ്ങളും, മാൽപേ എന്ന് പറയുന്നത് ഉടുപ്പിയോട് ചേർന്നിട്ടുള്ള ഒരു ഗ്രാമമാണ്. ആ ഭാഗങ്ങളിലെ പലയിടത്തും കടലിലും ഉൾപ്പെടെയായി പല രക്ഷാപ്രവർത്തനത്തിനും തിരച്ചിലിനും നേതൃത്വം നൽകിയിട്ടുള്ള ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ഒരു വ്യക്തിയാണ് ഈശ്വർ മാൽപേ. ആ വ്യക്തിക്ക് ഉൾപ്പെടെ തടസ്സമായി നിൽക്കുന്നത് ഈ ചെളിയും കല്ലുകളും ഉൾപ്പെടെയാണ്. നിലവിൽ ഇത് മാറ്റുക എന്ന് പറയുന്നത് എത്രത്തോളം ദുഷ്കരമാണ് എന്നുള്ളത് ആ മൺകൂനയുടെ വലിപ്പം നേരത്തെ ദീപകിൻ്റെ റിപ്പോർട്ടിങ്ങിലൂടെ ഉൾപ്പെടെ നമ്മൾ മനസ്സിലാക്കിയതിലൂടെ വ്യക്തമാണ്. പക്ഷേ ഇനി എന്താണ് വഴി എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുകയാണ്. ഇപ്പോൾ അറിയേണ്ടത് ദീപക്, നിലവിലെ തെരച്ചിൽ എങ്ങനെയാണ്? തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ടല്ലോ. ബിനിൽ, അല്പസമയത്തേക്ക്, അതായത് ഈ കേബിളുകൾ മാറ്റുന്നത് വരെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഡൈവ് ചെയ്യുന്ന നടപടിയിലേക്ക് അങ്ങനെ പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം നദിയിൽ അത്തരത്തിൽ കുത്തൊഴുക്കുണ്ട്. ഇന്നലെയൊക്കെ തന്നെ മാൽപേ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ശ്രമങ്ങളിൽ അദ്ദേഹത്തിന് പൂർണ്ണമായും താഴെത്തട്ടിലേക്ക് റീച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്ന് 60 ഫീറ്റ് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞത്. പിന്നീട് ഗംഗാവലിയിലേക്ക് അദ്ദേഹം ഇറങ്ങുകയും ചെയ്തു. അവിടെ എത്തി CP3 എന്ന് രേഖപ്പെടുത്തിയ സ്പോട്ട് കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ AK അഷ്റഫ് MLA നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 സ്പോട്ടുകളുള്ളതിൽ ഒന്ന് CP3 ആണ്, ഒന്ന് CP4 ആണ്. ആ 4 കേന്ദ്രീകരിച്ചു കൂടി പരിശോധന നടത്തും. അതായത് ഏറ്റവും കൂടുതൽ ലോഹ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ട 2 ഇടങ്ങൾ എന്നുള്ള നിലയിലാണ്. പക്ഷേ അവിടേക്ക് എത്തുക എന്ന് പറയുന്നത്, താഴെത്തട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെയാണ് ശ്രമകരമായ ദൗത്യം. കേവലം ഇങ്ങനെ ഡൈവ് ചെയ്തതുകൊണ്ട് അതിൻ്റെ അടിത്തട്ടിലേക്ക് കാണാനൊതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഗുണകരമായൊരു റിസൾട്ടിലേക്ക് നമുക്ക് എളുപ്പത്തിലെത്താമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല സാഹചര്യം എന്നുള്ളതാണ്. ഇന്ന് ഞാൻ മാൽപേയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കണ്ണുകെട്ടി താഴേക്ക് വിട്ടതുപോലെയാണ് എന്നുള്ളതാണ്. ഇത്തരം ഡൈവുകളൊക്കെ നേരത്തെയും നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യ ദിവസം അദ്ദേഹം, അതായത് ഇന്നലെ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് വിസിബിലിറ്റി എനിക്കൊരു പ്രശ്നമല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നേക്ക് വരുമ്പോൾ ആ വിസിബിലിറ്റി പ്രശ്നമുണ്ട്. കാരണം അത്രത്തോളം മുറിവേൽക്കുന്ന സാഹചര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീമിനും അദ്ദേഹത്തിനും. അതായത് ഡൈവ് ചെയ്ത് താഴെ തട്ടിലേക്ക് പോകുമ്പോൾ കാഴ്ച മറയുന്നത് കൊണ്ട് തന്നെ അതിനകത്തുള്ള ലോഹ പാർട്ടുകൾ ദേഹത്ത് തൊട്ട് മുറിവേൽക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ഇന്നത്തെ നീക്കങ്ങളെല്ലാം നടത്തുന്നത്. ഒപ്പം തന്നെ ഈ മണ്ണ് നീക്കം യാഥാർത്ഥ്യമാക്കാതെ ഇതിനടിയിൽ പെട്ടുപോയിട്ടുള്ള ലോഹ പാർട്ടുകളെ സംബന്ധിച്ച് വ്യക്തത കിട്ടില്ല. ഇനിയിപ്പോൾ ഡൈവിംഗ് നടത്തി താഴെത്തട്ടിലേക്ക് പോയാൽ പോലും എത്ര ഘനത്തിലാണ് ആ മണ്ണ് മൂടിക്കിടക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ ധാരണ ആർക്കുമില്ല. അതിൽ കേവലം മണ്ണ് മാത്രമോ അല്ലെങ്കിൽ അല്പം മണലോ അല്ല, അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ അടിത്തട്ടിലേക്ക് വലിയ പാറക്കല്ലുകൾ പതിച്ചിട്ടുണ്ട്. ആ പാറക്കല്ലുകൾ ഉൾപ്പെടെ അവിടെ നിന്നും ഇളക്കി വിടാൻ പറ്റണം. ദിനേനയുള്ള ഈ കുത്തൊഴുക്ക് കാരണം നേരത്തെ സിഗ്നൽ ലഭിച്ച മേഖലകളിൽ നിന്ന് ചെറിയ ചില മാറ്റങ്ങൾ സിഗ്നലുകളിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത നേരത്തെ സംസാരിക്കുമ്പോൾ റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാലൻ സാർ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആദ്യം കണ്ടെത്തിയ CP3യും CP4ഉം അതിൽ ചില ചലനങ്ങൾ ഉണ്ടായേക്കാം. ഈ ലോഹ പാർട്ടുകൾക്ക് പോലും നേരിയ ചലനങ്ങൾ ഉണ്ടായേക്കാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മാർക്ക് ചെയ്ത മേഖല മാത്രം ഇത്തരത്തിൽ ഡൈവ് ചെയ്തുകൊണ്ട് പരിശോധനകൾ നടത്തിയാൽ മതിയാകില്ല. അതിൻ്റെ മറ്റ് ചുറ്റുവട്ടങ്ങളിലേക്ക് കൂടി പരിശോധനകൾ വ്യാപിപ്പിക്കേണ്ടി വരും. നേവിയുടെ നേതൃത്വത്തിൽ സോണാർ ടെക്നോളജി ഉപയോഗിച്ച് ഇന്നും പരിശോധന ആ മേഖലയിലുണ്ടായിരുന്നു. ലോഹ പാർട്ടുകളുടെയൊക്കെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിയുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള പരിശോധനയാണ് നടത്തിയത്. ഇനി അങ്ങനെ നീങ്ങിയാൽ പോലും ആ മേഖലയിലേക്ക് കൂടുതൽ ഡൈവ് ചെയ്ത് എത്തണമെങ്കിൽ ഈ നദിയുടെ കുത്തൊഴുക്ക് കുറയേണ്ടതുണ്ട്. കൃത്യമായി ഒരു ആങ്കറിംഗ് നടത്തിക്കൊണ്ട് ആ മേഖലയിൽ അല്പസമയം നിൽക്കണമെങ്കിൽ, ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ ഘടിപ്പിച്ച് ഡൈവേഴ്സിന് താഴെത്തട്ടിൽ നിൽക്കണമെങ്കിൽ അവിടെ എന്തു വേണം, കൃത്യമായി പറഞ്ഞാൽ ആ മേഖലയിൽ കുത്തൊഴുക്ക് കുറയേണ്ടതുണ്ട്. നദിയിലെ കുത്തൊഴുക്ക് ഇന്നും 6 നോട്ട്സിന് മുകളിലാണ് എന്ന് നേവി സ്ഥിരീകരിക്കുന്നുണ്ട്.